പഠിക്കാം, കുറെ കൂടെ ആഴത്തിൽ പഠിക്കാൻ. ദൃശ്യപ്രപഞ്ചത്തെ ദ്രവ്യമായി കാണാം. എല്ലാം ദ്രവ്യമാണ്. മനുഷ്യനും പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും ദ്രവ്യമാണ്. ഇപ്പം ഇരിക്കുന്ന സാധനങ്ങളും ഒക്കെ ദ്രവ്യമാണ്. അതിലും ഈ ചലനം നടന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ചലനമില്ലാത്ത ഒന്നുമില്ല. ഈ കട്ടയും കല്ലും മണ്ണും എല്ലാം ചലിച്ചുകൊണ്ടായിരിക്കുന്നത്. ഓരോന്നിലുമുള്ള ചലനം ഒന്ന് മറ്റൊന്നിന് ചേർന്നാണെന്ന് മാത്രം. ഈ ചലനത്തെ സൂക്ഷ്മമായി നോക്കാം. ഈ ചലനത്തിനൊരു കേന്ദ്രബിന്ദു ഉണ്ടാവും. കാണാൻ കഴിയുമെങ്കിൽ അതിനെ ധനാണു എന്ന് പറയും. പ്രോട്ടോൺസ് അല്ല. ഇക്വലൻസ് ഒന്നും ഇംഗ്ലീഷിലേക്ക് പോകരുത്. കണാദന്റെ വൈശേഷികവും ഡാൽട്ടൺ തുടങ്ങിയവരുടെ ചിന്തകളും പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ ഇക്വേറ്റ് ചെയ്തേക്കാം. വ്യത്യാസമുണ്ട്. ആധുനിക ഊർജതന്ത്രത്തില് ന്യൂക്ലിയസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ, ഇലക്ട്രോൺ, മോളിക്യൂൾസ്, ഈ ശബ്ദങ്ങളും പ്രാചീന ഭാരതീയ സംജ്ഞകളും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചാൽ നമ്മൾ അപകടത്തിൽ ചെന്ന് വീഴും. തന്മാത്ര എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളൊരു പഠനമുണ്ടെന്ന് തോന്നുന്നു. വസ്തുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണം എന്നാണ് പഠിക്കുന്നത്. അങ്ങനല്ലേ പഠിക്കുന്നത് അല്ലേ? ഭാരതീയ സംജ്ഞയിൽ അത് തത്വമാത്രയാണ്. പരമാണുവിലും ചെറുതാണ്. അപകടം മനസ്സിലാവുമോ എന്നറിയില്ല. പഠിക്കുന്നതിൻ്റെ അപകടം മനസ്സിലാവുമോ എന്നറിയില്ല. സംസ്കൃത ശബ്ദങ്ങളെ മലയാളത്തിൽ പദമില്ലാത്തത് കൊണ്ട് പണ്ടുപയോഗിച്ച സ്ഥാനങ്ങളിൽ നിന്ന് അല്പമാത്രമായ സംസ്കൃത പരിജ്ഞാനം വെച്ച് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അറിയാതെ ആധുനിക ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക സംജ്ഞകളോട് ഇക്വേറ്റ് ചെയ്ത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വരുന്ന വൈകല്യം വളരെ വലുതാണ്. ഊർജതന്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള, ഫിസിക്സൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മോളിക്യൂൾ സമം തന്മാത്ര, പൂഞ്ചിക എന്നൊക്കെ പഠിക്കുമെന്ന് തോന്നും അല്ലേ? അങ്ങനല്ലേ എൻ്റെ മലയാളം? അങ്ങനല്ലേ? മലയാളത്തിൽ പഠിച്ചവരില്ല. ഊർജതന്ത്രമാണോ? അല്ല. ഊർജതന്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരോ അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയാ? തന്മാത്രാന്തര ബലം, മോളിക്യൂളർ ഫോഴ്സ് അല്ലേ? ഇന്റർ മോളിക്യൂളർ ഫോഴ്സ്, തന്മാത്രാന്തര ആകർഷണം, ഇന്റർ മോളിക്യൂളർ അട്രാക്ഷൻ, ഇങ്ങനെയൊക്കെ പഠിക്കും. തന്മാത്ര ഏതല്ല, ഭാഗവതമൊക്കെ അനുസരിച്ച്. അതുകൊണ്ട് ഭാരതീയ സംജ്ഞയിൽ വൈശേഷികം പോകുന്നത് ഒരു തലം വരെയുള്ളൂ. വൈശേഷികം പരമാണുവും കടന്ന് പോകുന്നില്ല, പരമാണു വരെ പോകുന്നുള്ളൂ. ഈ പരമാണു എന്ന് പറയുന്നതും ആധുനികന്റെ ആറ്റമല്ല. അങ്ങനെ ധരിച്ചിരിക്കുന്നല്ലേ? അല്ലേ? അല്ല. ഭാഗവതമൊക്കെ പഠിക്കുകയാണെങ്കിൽ പരമാണു ആറ്റമല്ല. ദ്വണു, ത്രസരേണു, അണു, പരമാണു, ഈ ശബ്ദങ്ങളൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ ഇക്വേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് അല്പം അതിൻ്റെ വിചാരം ആവശ്യമായി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കുന്ന ശബ്ദങ്ങളോട് എൻ്റെ വാക്കുകളെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് പഠിച്ച് സ്വാമിജി പറഞ്ഞു എന്ന് പ്രമാണം ഉണ്ടാക്കും ക്ലാസ് കഴിയും. അത് ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. എൻ്റെ ക്ലാസ് കേട്ടിട്ട് അവനവന് കപോലകൽപ്പിതമായത് വന്ന് പിന്നീട് മറ്റുള്ളവരോട് പറഞ്ഞ് സ്വാമി പറഞ്ഞതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അതിനേക്കാൾ കൂടുതലായി എന്നോട് തന്നെ വന്ന് തർക്കിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞത് എനിക്കാണ് പറയാനും ഓർക്കാനും അവകാശം കൂടുതൽ, അത്രയും സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെവിടുന്നോ അവരവരുടെ കപോലകൽപ്പിതമായി കേട്ടിട്ട് അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊള്ളാതെ പണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തർക്കിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്.
അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ക്ലാസ് എടുക്കുമ്പോൾ. മുമ്പാണ് സൂക്ഷിക്കണ്ട. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, ഭാരതീയ സംസ്കൃതിയിൽ ഈ ദ്രവ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദ്രവ്യത്തിലിരിക്കുന്ന കർമ്മം, ദ്രവ്യത്തിൻ്റെ ഗുണം, ദ്രവ്യത്തിൻ്റെ വിശേഷം, ദ്രവ്യത്തിൻ്റെ സാമാന്യം, ദ്രവ്യത്തിൻ്റെ സമവായം, ദ്രവ്യത്തിൽ തന്നെ അഭാവം. ഇപ്പൊ ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം, അഭാവം. ഭാരതീയ സംജ്ഞയിൽ അഭാവവും ദ്രവ്യമാണ്. അഭാവ ദ്രവ്യമെന്ന് പറയും പഠിക്കാൻ എളുപ്പത്തിൽ. ഇരുട്ട് അഭാവദ്രവ്യമാണ്. ഇത് വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. ഇതൊക്കെ ഭാരതീയ പഠനങ്ങളിൽ എല്ലാ ശാസ്ത്രത്തോടും അവർ ബന്ധിപ്പിച്ചാണ് പഠിക്കുന്നത്. ഇതിന് ശരീരശാസ്ത്രത്തിൽ പ്രസക്തിയുണ്ട്, ആയുർവേദത്തിൽ, ഇതിന് വേദാന്തത്തിൽ പ്രസക്തിയുണ്ട്. ഇങ്ങനെ എല്ലായിടത്തേക്കും പോകും. ഈ പഠനം വൈശേഷികമാണ്. ആ വൈശേഷിക ദർശനത്തിൽ ദ്രവ്യത്തെ വിഭജിച്ച് ചെല്ലുമ്പോൾ അണു, ദ്വേണു, ത്രസരേണു, ഇങ്ങനൊരു പഠനമുണ്ട്. അതിനെ വീണ്ടും വിഭജിക്കുമ്പോൾ ധനാണു, ഋണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു എന്ന് ഭേദമുണ്ട്. ഇതൊക്കെ അണുപഠനം വരെയുള്ളൂ, പരമാണു പഠനം വരെ ആയിട്ടില്ല. പരമാണു പരമമായ അണുവാണ്. അതിലെത്തിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവമേ മാറി. ഇപ്പൊ ഇതിനെ വിഭജിക്കുമ്പോൾ, അവർ വിഭജിക്കുമ്പോൾ ഉള്ള രീതി ധനാണു, അവിടെ വർത്തുളാകൃതിയിൽ വക്രഗതിയിൽ ചലിക്കുന്ന ഋണാണു, കഷ്ടിച്ച് നിങ്ങൾ പുതുതായി പഠിക്കുന്ന പ്രോട്ടോണിനോടും ഇലക്ട്രോണിനോടും സാദൃശ്യപ്പെടുത്താം എന്ന് വെച്ചാൽ തന്നെ അടുത്തതൊന്നും പറ്റില്ല. കഷ്ടിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ചർച്ചയിലാണ് വസ്തു സമമായിരിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും നമുക്ക് തോന്നുന്നത്. ഞാനും നിങ്ങളും ഈ ദ്രവ്യങ്ങളും സമമായിരിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും തോന്നുന്നത് ഇത് രണ്ടും കൂടി ഇരിക്കുന്നത് കൊണ്ടാണ്. അതിൽ സദാ ചലിക്കുന്ന ഋണാണുവിനെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് കർഷാണുവും, കർഷാണുവിൽ നിന്ന് കൃഷ്ണാണുവും രൂപാന്തരം പ്രാപിക്കുന്നത്. ആ കൃഷ്ണാണുവിനെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് സർഗാണു ഉണ്ടാകുന്നത്. അപ്പം സർഗാണു വീണ്ടും പഠനവിധേയമാക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞ പരമാണുവിലെത്തുന്നത്. ആ പരമാണുവിൽ വച്ച് ദ്രവ്യം സമാപ്തമാണ് വൈശേഷികത്തിൽ. പിന്നെ വൈശേഷികം മുന്നോട്ട് പോകുന്നില്ല. ഇവിടം വരെയാണ് വൈശേഷിക പഠനം. അവിടെ ദ്രവ്യമില്ല, പരമാണുവിലെത്തിയ ദ്രവ്യത്തിൻ്റെ ഒരു സ്വഭാവമില്ല. അണുവിലെത്തുമ്പോൾ തന്നെ ദ്രവ്യത്തിൻ്റെ സ്വഭാവം മാറുകയും അണുവിലെത്തുമ്പോൾ തന്നെ ദ്രവ്യത്തിൻ്റെ സ്വഭാവം മാറുകയും സാമാന്യത കൈവരുകയും ചെയ്യും. പരമാണുവിൽ എത്തിയാൽ ദ്രവ്യം സമാപ്തമാകുന്നു. ഇത്രയും താത്വികമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. താത്വികമായി, മാനസികമായി. നാഗശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഇത്രയും താത്വികമായി നമുക്ക് മനസ്സിലാവണം. താത്വികമായി ദ്രവ്യത്തിന്റെ ചലനമാണ് നാഗം. ഈ പ്രപഞ്ചത്തിലെ സമസ്തവും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നിശ്ചേഷ്ടമായി തോന്നുമ്പോഴും
ചലനം വക്രഗതിയിലാണ്. അതിന് സ്പന്ദമല്ലെങ്കിൽ പരിസ്പന്ദമെന്ന് പറയും. അത് ശിവശക്തി പരിസ്പന്ദം തന്നെയാണ്. ആ സ്പന്ദത്തിൽ പങ്കെടുക്കുന്നത് ദ്രവ്യം അതിൻ്റെ വൈശേഷിക വിഭജനത്തിൻ്റെ ധനാണു, ഋണാണു, അതായത് പോസിറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ്, നെഗറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസ്. ആ ശബ്ദം കൊണ്ട് വേണമെങ്കിൽ അത് രണ്ടും നമുക്ക് മോഡേൺ ഇതിനോട് കഷ്ടിച്ച് ഇക്വേറ്റ് ചെയ്യാം. അവർ കണ്ടെത്തിയ സ്വഭാവ സവിശേഷതകളെ അവലംബിച്ച് നോക്കിയാൽ ഈഷത് ഭേദം അവിടെയുമുണ്ട്. എൻ്റെ നിർവചനങ്ങളിലൂടെ പോകുമ്പോൾ മാത്രവുമല്ല, അതിൽ ഋണാണുവിനെ വിഭജിക്കുമ്പോഴാണ് വീണ്ടും കർഷാണുവും കൃഷ്ണാണുവും ഉണ്ടാകുന്നത്. ഈ ശബ്ദങ്ങളൊക്കെ വൈശേഷികത്തിലെയാണ്. ആ കർഷാണുവിനെയും കൃഷ്ണാണുവിനെയും കടന്ന് കർഷാണുവിൽ നിന്ന് കൃഷ്ണാണു, കൃഷ്ണാണുവിൽ നിന്ന് സർഗാണു. അതാണ് പ്രപഞ്ച സൃഷ്ടിയുടെ മുഴുവൻ സർജനത്തിന് കേന്ദ്രമായി നിൽക്കുന്നതും സ്വഭാവങ്ങളൊന്നുമില്ലാത്തതും. സർഗാണ്. സർജന പ്രക്രിയയുടെ പ്രജാപതി അവനാണ്. വൈശേഷികം അവിടവും കടന്നൊരു പരമാണുവിലെത്തുമ്പോൾ തീരും ദ്രവ്യം. ദ്രവ്യം സമാപ്തമാണ് പരമാണുവിലെത്തിയ. അവിടെയാണ് സാഖ്യ പഠനങ്ങൾ ആരംഭിക്കുന്നത്. വൈശേഷികം തീരുന്നിടത്തു നിന്നാണ്. അല്ലാതെ രണ്ട് മതങ്ങളല്ല. തീരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനം അവിടം വരെ ചെല്ലുമ്പോൾ പിന്നെ ദ്രവ്യത്തിന്റെ ഒരു കലയും അങ്ങോട്ട് പിന്നെ കയറി പഠിക്കാനാവില്ല. പഠിത്തം അവിടെ തീർന്നു. പഠിത്തം തീർന്നാൽ ദ്രവ്യം സമാപ്തമായി. ദ്രവ്യത്തിന്റെ പിന്നെ ഒന്നും നമുക്ക് കാണാനോ കേൾക്കാനോ പഠിക്കാനോ ഒന്നുമില്ല. ദ്രവ്യവുമായി ബന്ധപ്പെടുന്ന പഠനം വൈശേഷികത്തിൽ ഇവിടം വരെ എത്തുമ്പോൾ സമാപ്തമായി. അതുകൊണ്ട് അവർ പരമാണുവിനെ സർവഗുണ സമ്പന്നമായും സകല സൃഷ്ടിക്കും കാരണമായും എല്ലാത്തിൻ്റെയും അതിനാഥനായും കാണുന്നു. അവിടെ കേവലം ക്രിയാശക്തി മാത്രം. അതുകൊണ്ട് അവർ അണുവിനെ, പരമാണുവിനെ ഈശ്വരനായി സങ്കല്പിച്ച് ആരംഭവാദം രൂപപ്പെടുത്തുന്നു. ആ വാദത്തിന് ആരംഭവാദം എന്ന് വൈശേഷികന്മാർ. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചം ആദ്യം ഉണ്ടായത് പരമാണുവിൽ നിന്നാണ്. പരമാണുവിന്റെ പരിസ്പന്ദമാണ് ഈ പ്രപഞ്ചം. ഈ ഇപ്പം ദ്രവ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അണുവിഭജനങ്ങളും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്ന് പറഞ്ഞു. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഈ ദ്രവ്യം ചലനമില്ലായ്മയായി നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അത് തോന്നുന്നതിന് കാരണം ഈ ചലനത്തെ മുമ്പ് പറഞ്ഞ ധനാണുവും ഋണാണുവും, അവിടെയാണല്ലോ നമ്മൾ വിഭജനം നടത്തിയത്. ആ ധനാണുവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഋണാണുവിന്റെ ചലനങ്ങൾ നിശ്ചേഷ്ടമായി കാണപ്പെടുന്നത്. ചലനം അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. ഒന്ന് ധനാത്മകവും ഒന്ന് ഋണാത്മകവുമായതുകൊണ്ട് ഒന്നൊന്നിനെ നിയന്ത്രിക്കുന്നു. പരസ്പര നിയന്ത്രണം കൊണ്ട് നിശ്ചേഷ്ടമായിരിക്കുന്നതായി തോന്നുന്നു. ധനാത്മകമായ ഒരു ചലനവും ഋണാത്മകമായ ചലനവും ഒരുമിച്ചുണ്ടായാൽ നിശ്ചേഷ്ടമായി തോന്നും. ഒരേ വേഗതയിലുള്ള രണ്ട് വണ്ടി വിപരീത ദിശകളിൽ ഓടിയാൽ ആ ഓടുന്ന സമയത്ത് രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചേഷ്ടത ദർശിക്കാം, ചലനമില്ലായ്മ ദർശിക്കാം. ചലനത്തിനുള്ളിലെ ചലനമില്ലായ്മ സജീവമാണ്. ഇനി മനസ്സിലായി? ദൃഷ്ടാന്തം മതിയാവുമെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് കിട്ടിയാൽ നിങ്ങളുടെ യോഗം. അപ്പോ അതുകൊണ്ട് ആചാര്യന്മാർ, വൈശേഷികത്തിന്റെ ആചാര്യന്മാർ പ്രപഞ്ചത്തിന് കാരണമായ ഈ ശക്തിവിശേഷത്തെ പരമാണു എന്ന് വിശേഷിപ്പിക്കുകയും, ഈ പരമാണുവിലെത്തുമ്പോൾ മുമ്പ് പറഞ്ഞ ധനാണു, ഇർണാണു, ഇർണാണുവിൽ നിന്ന് കർഷാണു, കർഷാണുവിൽ നിന്ന് സൂക്ഷ്മമായി കൃഷ്ണാണു, കൃഷ്ണാണുവിൽ നിന്ന് സൂക്ഷ്മമായി സർഗാണു, സർഗാണുവിനപ്പുറം പരമാണു എന്ന വിഭജനം വരുമ്പോൾ ആറ്റമല്ല എന്നുള്ളതും മനസ്സിലാവുമെന്ന് തോന്നുന്നു.
കാരണം ആറ്റത്തിനൊക്കെ വളരെ അപ്പുറമാണ്. ആറ്റം എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ചേർന്നിരിക്കുന്നതും വിഭജിക്കാൻ പറ്റില്ലെന്നൊരു കാലത്ത് വിശ്വസിച്ചതുമാണ് ആറ്റം, അല്ലേ? ഡാൽട്ടന്റെ 7 പോസ്റ്റുലേറ്റ്സ്, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്. മോഡേൺ അങ്ങനെയാ പറയുന്നത്. അതിനെ പിന്നീട് വിഭജിച്ചു. ജെ തോംസണും ഹൈസൻബർഗും നീൽസ് ബോറും ഒക്കെ പിന്നീട് അതിന് വിഭജനം നടത്തുകയും വസ്തുബോധം മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്ത് ഒരു തലം വരെ ഇന്ന് എത്തിയിട്ടുണ്ടാവും ക്ലാസിക്കൽ ഫിസിക്സിൽ. പക്ഷെ ഇവിടെ അവർ സർഗാണുവിനും അപ്പുറം പരമാണുവിനെ ദർശിച്ച് പരമാണുവാണി പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ അവസാനത്തെ വാക്കെന്ന് വൈശേഷികൻ രേഖപ്പെടുത്തി വെച്ച പുസ്തകത്തിൽ നിന്നാണ് സാഖ്യൻ ആരംഭിക്കുന്നത്. നെഗറ്റീവിന് മാത്രമല്ലേ ഡിവൈഡ് ചെയ്ത് താഴോട്ട് പോകുന്നത്. ധനാത്മകമായതിനും ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ ആ ഡിവിഷൻസ് ഒന്നും ഇവിടെ നമുക്ക് ആവശ്യം വരുന്നില്ല. പ്രപഞ്ച നിർദ്ധാരണത്തിൽ ഈ ഋണാത്മകമായതിന് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. പ്രപഞ്ചം തന്നെ ഒരു ഋണാത്മക സത്തയാണ്, ബോധത്തിന്മേലുള്ള. അഥവാ പ്രപഞ്ചമെന്നൊന്ന് ഇല്ല. ഇതിന് തെളിവ് സ്വപ്നമാണ്. അത് നമുക്ക് ആദ്യം കയറി പഠിക്കാൻ എളുപ്പമാണ്, അത് വളരെ സുഖവുമാണ്. സ്വപ്നം മാത്രമാണ് അതിന് തെളിവ്. സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് അപഗ്രഥിക്കാനുള്ള ബൗദ്ധികത നേടിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് പഠിക്കാവുന്നതും അജാതമാണിത് എന്ന് ബോധ്യമാകുന്നതുമാണ്. പിന്നെ അവിടെ സംശയങ്ങളൊന്നുമില്ല. അവിവാദം, അവിതർക്കം, അവിരുദ്ധം. സകല വിവാദങ്ങളും സകല തർക്കങ്ങളും ഒക്കെ അസ്തമിക്കോടെ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ സ്തോത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഇതൊന്ന് പഠിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ പരമാണുവിൽ നിന്നാണ് സാഖ്യം തുടങ്ങുന്നത്. അവിടെ പരമാണുവിൽ നിന്ന് തുടങ്ങുമ്പോൾ കേവലം ക്രിയാശക്തി മാത്രമായി കാണപ്പെടുന്ന അവിടെ നിന്ന് ദ്രവ്യം സമാപിച്ച അവിടെ നിന്ന് മഹത്തത്വവും അഹങ്കാരവും ഉണ്ടാകുന്നു. ദ്രവ്യത്തിന്റെ അവസാനത്തെ വാക്കായ പരമാണുവിനും അപ്പുറമാണ് മഹത്തത്വം നിലനിൽക്കുന്നത്. അതിനെ സൂക്ഷ്മമായി ആലോചിക്കുമ്പോഴാണ് അഹമെന്ന ഈ ഇതമായി ഉണ്ടായതെല്ലാം അഹത്തിൽ നിന്നാണെന്നും അഹമാണ് സത്യമെന്നും ഉള്ള അഹം തത്വം സംജാതമാകുന്നത്. അഹം തത്വവും മഹത്തത്വവും പഠിക്കുമ്പോൾ പഞ്ചതന്മാത്രകളുമൊക്കെ ഉണ്ടാവും. അപ്പൊ തന്മാത്ര അല്ല, അതൊക്കെ വളരെ ഏറ്റവും സൂക്ഷ്മമായി പോകും. തന്മാത്ര നമ്മൾ മുമ്പ് പറഞ്ഞ അരുതകൾ സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. അവിടെയാണ് പിന്നെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിദേവതകൾ. ഈ ദൃശ്യപ്രപഞ്ചത്തിന് സത്യത കൽപ്പിച്ച് അപഗ്രഥിച്ചു പോയ, പ്രപഞ്ചഗണനയിൽ അപഗ്രഥിച്ചു പോയവർ നിഷേധശേഷോ ജഗദാദശേഷ എന്ന ഭാഗവത പ്രമാണത്തിൽ, ഭാഗവതത്തിലാണ് ഈ ശ്ലോകം, നിഷേധശേഷു ജഗദാദശേഷ. നിഷേധത്തിന്റെ ശേഷം എന്തുണ്ട്, അവിടെയാണ് ശേഷനാഗവും വരുന്നത്. ശേഷം. അപ്പൊ ഈ സർപ്പമൊക്കെ വേറെയായി. നമ്മൾ ശേഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉടനെ രൂപകൽപ്പന ചെയ്യാവുന്നൊരു പാമ്പും കാര്യമൊക്കെയാണ്. ശേഷ ശബ്ദത്തിനർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് ശേഷവിഭൂഷണമീടെ ശേഷാർത്ഥനാഭായ നാമായ
ആചാര്യന്മാർ പറഞ്ഞത്. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിച്ചത്. എന്താ ശേഷിക്കുന്നത്? ഈ ജഗത്തിനെ എടുത്ത് നേതി എന്ന പ്രക്രിയയിലൂടെ നിഷേധിച്ച് ചെല്ലുമ്പോൾ, നമ്മളതാണ് ചെയ്തത്, വിഭജനത്തിൽ അതാണല്ലോ ചെയ്യുന്നത്. ഈ പ്രപഞ്ചം എടുത്ത് സ്ഥൂലമായ പ്രപഞ്ചത്തെ വിഭജിച്ചപ്പോൾ, വിഭജിച്ചാലും ആദ്യത്തതുണ്ടെങ്കിൽ ഇത് സത്യമാണെന്ന് പറയാൻ പറ്റും. ഭൗതികമായ പ്രപഞ്ചത്തെ എടുത്ത് വിഭജിച്ചപ്പോൾ വിഭജനത്തിൽ കിട്ടിയതിന് ആദ്യത്തെ സ്വഭാവം ഇല്ലെങ്കിൽ ആദ്യത്തതില്ലെന്നാണ് അർത്ഥം. എത്ര വിഭജിച്ചാലും ആദി സ്വഭാവം ഉണ്ടാവണം. അല്ലെങ്കിൽ ആദ്യം കണ്ടത് താൽക്കാലികമാണ്, നിത്യമല്ല. നിത്യമായ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ച് നിത്യതയെ പ്രപഞ്ചത്തിൽ സങ്കല്പിച്ച് ഈ പ്രപഞ്ച നിർദ്ധാരണം ചെയ്ത് ചെല്ലുമ്പോൾ ഓരോ വിഭജനത്തിലും സ്വഭാവം മാറുകയും അപ്പോൾ അതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്ത് നിഷേധശേഷം വരുന്നത് അഹംതത്വമാണ്. ഇത് പഠിക്കാൻ മതം പോരാ, മതവിശ്വാസങ്ങളും പോരാ. ഈ ഉപാസന പഠിക്കാൻ നല്ല ഗണിതയുക്തിയിൽ ഉറച്ച മനസ്സ് വേണം. വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റ്. കാരണം ഗണിതയുക്തിയുടെ മൂർച്ചയുള്ള മനയിലൂടെ ഇത് കൊണ്ടുപോകുന്നത് ആചാര്യന്മാർ. പക്ഷെ ഒരു കവിത കളഞ്ഞിട്ടില്ല. കിട്ടിയ ഒരു അവസരത്തിൽ ഒരു ലാളിത്യമുള്ള കവിത കളയാതെ ഇങ്ങനെ കൊണ്ടുപോകണം. ഇതിൽ നിന്ന് കവിത മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഉറക്കം വരും. കവിത പഠിക്കാൻ പോയാലോ കാര്യം നമുക്ക് കിട്ടാതെ വരും. ഇത് അവർ കൊണ്ടുപോയൊരു ഇടത്തും വലത്തും ഒരുപോലെ കൊണ്ടുപോയൊരു ബുദ്ധിശക്തിയുണ്ട്. അത് ഈശ്വരാനുഗ്രഹം കൊണ്ടേ കിട്ടും. അതാർക്കും ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഒറ്റ വാക്ക് പറയാം, അത് ഈശ്വരാനുഗ്രഹം കൊണ്ടേ കിട്ടും. ഇതിൽ ഗണിതയുക്തികൾ ചിലർക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന്റെ കവിത ചിലർക്ക് മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടും കൂടി കിട്ടണം. ഇത്ര കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ആദിശേഷനെന്നും ശേഷനാഗമെന്നും നാഗമെന്നും ഒക്കെ പറയുമ്പോൾ വേദങ്ങൾ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സംശയത്തിന് അവകാശമില്ല. നമ്മളിതിനെ വ്യാഖ്യാനിക്കാനും നമ്മുടെ പാണ്ഡിത്യമൊന്നും കാണിക്കാനും പോകണ്ട. അത്ര ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഈ കഷാണു, സർഗാണു, ദ്വണു, ത്രസരേണു, ഈ ശബ്ദങ്ങളൊന്നും പുതിയതല്ല. പ്രമാണ ഗ്രന്ഥങ്ങൾ 100 കണക്കിനുമുണ്ട്. അടുത്ത കാലത്തൊന്നും ഉണ്ടായതുമല്ല. ഇപ്പൊ വല്ലൊരു എഴുതിയതാണെങ്കിൽ പടച്ചുണ്ടാക്കിയതാണെന്ന് പറയാം. അല്ല, വൈശേഷിക ദർശനമൊക്കെ വളരെ പഴയതാണ്. അതിലുള്ള പദങ്ങളാണ് മുമ്പ് പറഞ്ഞത്. സാഖ്യൻ ആരംഭിക്കുന്നത് അതിന്റെ അവസാനത്ത് നിന്നാണ്. ഈ പരമാണുവിലും എത്തി മഹത്തത്വവും അഹങ്കാരവും മൂലപ്രകൃതിയും പുരുഷനും എല്ലാം സാഖ്യന്റെ സംജ്ഞകളാണ്. അതിൽ നിന്ന് പഞ്ചതന്മാത്രകൾ. അല്ല, ഈ പരമാണുവിനെ വിഭജിച്ചിട്ട് മഹത്വത്തിൽ നിന്നും മഹത്വത്തിൽ നിന്ന് അഹങ്കാരം പോകുന്നതെല്ലാം സാഖ്യന്റെ സിദ്ധാന്തമാണ്. വൈശേഷികം മറ്റിടത്ത് തീരുകയാണ്. വൈശേഷികം തീരുകയാണ് അവിടെ. പിന്നെ കഷ്ടിച്ചൊരു ഇത് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാവുന്നത് ഭർതൃഹരിയാണ്. ഭർതൃഹരി അദ്ദേഹത്തിൻ്റെ ഒരു ദർശനത്തിൽ നമുക്കിതിനൊരു സംജ്ഞ തരുന്നുണ്ട്. അത് പിന്നെ അടുത്ത ശ്ലോകങ്ങളിൽ എവിടെയെങ്കിലും വരുമ്പോൾ പറയാം. അപ്പോൾ ആ അഹന്തത്വം അപ്പം മുന്നോട്ട് പോയാൽ ദ്രവ്യം സമാപ്തമായി അഹന്തത്വത്തിൽ എത്തിയാൽ അഹന്തത്വത്തിൽ നിന്നാണ് തന്മാത്രകളൊക്കെ ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണും മൂക്കും ചെവിയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ കാണുന്ന ശക്തിക്കാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്.
കാണുന്ന ശക്തി ഇല്ലെങ്കിൽ കണ്ണ് കണ്ണല്ല, കേൾക്കുന്ന ശക്തി ഇല്ലെങ്കിൽ ചെവി ചെവിയല്ല, ഓരോരു ഗുഹയാ. അവിടെ ഒരു കുഴിയുള്ളത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല, പലർക്കും അങ്ങനെ പറ്റില്ല. അപ്പൊ ആ ഇന്ദ്രിയവും ഇന്ദ്രിയത്തിന്റെ അതിദേവതയും തന്മാത്രാതലത്തിൽ ശബ്ദത്തെ തിരിച്ചറിയണം. അവിടെയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾക്ക് കാരണമായ തന്മാത്രകളെ, മുന്നോട്ടിൽ നമുക്ക് കുറെ കൂടെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ടാവും. കാരണം ഒരേ ആഹാരം ദാഹം തത്വത്തിൽ എങ്ങനെയാണ് പരിണമിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 50 കിലോ അരി വേവിച്ച് കുഴച്ചുരുട്ടി ആനക്കിട്ട് കൊടുക്കുക, അതിന് തിന്നാവുന്നിടത്തോളം. അതേ ആഹാരം പട്ടിക്കിട്ട് കൊടുക്കുക, അതേ ആഹാരം നമ്മളും കഴിക്കുക. ആഹാരത്തിന്റെ സൂക്ഷ്മാംശത്തിൽ പചനപ്രക്രിയയിലൂടെ എത്തി തന്മാത്രകൾ രൂപാന്തരപ്പെടുന്നത് ജഡരാഗ്നി വൈശിഷ്ട്യത്തിന്റെ മാറ്റത്തിലാണ്. മനസ്സിലായോന്നറിയില്ല. അത് കഴിക്കുന്ന ആനയുടെ രൂപവും ഭാവവും മനസ്സും, അത് കഴിക്കുന്ന പട്ടിയുടെ രൂപവും ഭാവവും മനസ്സും, അത് കഴിക്കുന്ന മനുഷ്യന്റെ രൂപവും ഭാവവും മനസ്സും ഒന്നാകുന്നില്ല. ഇതാണ് അവര് ഉദാഹരണമായി പോലും ചൂണ്ടിക്കാണിക്കുന്നത്. പചനപ്രക്രിയയുടെ ഘട്ടങ്ങളിൽ അഗ്നി, ഉള്ളിലുള്ള അഗ്നി 13 ഉണ്ട്. അതാണ് പാകപ്പെടുത്തുന്നത്. ഒന്ന് കോഷ്ടാഗ്നി, 5 ഭൂതാഗ്നി, 7 ധാത്വഗ്നി. നമ്മളിലേക്ക് ആഹാരം ചെന്നാൽ ഉടനെ കോഷ്ടത്തിൽ വെച്ച് അതിനെ ദഹിപ്പിച്ച് മലവും ശരീരവുമാക്കി മാറ്റുവാൻ പര്യാപ്തമാക്കി തീർക്കുന്ന അഗ്നിയെ കോഷ്ടാഗ്നി എന്ന് അവർ വിളിക്കും. അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് സർവസമ്മതമാണല്ലോ. ആ പചനം കഴിഞ്ഞാൽ അതിനെ ധാതു പരിഭാഗത്തിലെത്തിക്കുന്ന അഗ്നിയെ ധാത്വഗ്നി എന്ന് പറയും. അല്ല, ഭൂതാഗ്നി എന്ന് പറയും. ഭൂതപരിഭാഗത്തിൽ, ഭൂത തന്മാത്രയിൽ അതിനെ ഭൂതാത്മകമായി 5 പ്രത്യേക അഗ്നികൾ ആഹൂതിയെ ചെയ്തിട്ട് അതിനെ ഈ പറഞ്ഞ സർഗാണു പരിമാണത്തിൽ എത്തിച്ച് സൂക്ഷ്മമാക്കിയാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒക്കെ ഉൾക്കൊള്ളാൻ പാകത്തിനാക്കുന്നത്. മാതൃഗർഭത്തിൽ കിടക്കുമ്പോഴും മാതാവ് കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മാംശം മാതാവ് പചിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് മാതാവിൻ്റെ കോഷ്ടാഗ്നിയിൽ പചിച്ച വസ്തുവിനെ ബോധസത്തയിൽ വെച്ച് ആ ഉള്ളിൽ കിടക്കുന്ന ഭ്രൂണാത്മകമായ ശിശു പചിച്ചാണ് അതിന് കേൾവിയോ കാഴ്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള തന്മാത്രകളായി തീർന്ന് പുറത്തെത്തുമ്പോൾ കാഴ്ചയോ കേൾവി ഉണ്ടാകും. അതിലൊരു തന്മാത്രാ ശക്തിക്കുള്ള അഗ്നി കുറവായാൽ ആ ഗുണമില്ല.